നക്ഷത്രവീതിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ, അതായത് മേടമാസം 1-ാം തീയതി മുതൽ ചോതി നക്ഷത്രം, ഇത് വിഷുവല ചിന്ത കൂടിയാണ് ഈ ദിനങ്ങളിൽ കാണേണ്ടത്. അതുപോലെ തന്നെ സംക്രമത്തോടു കൂടെയാണ് വിഷുവലങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ചോതി നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, അങ്ങനെ 3 ശൂലങ്ങളിലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ 27 നക്ഷത്രക്കാരുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഒരു ആണ്ട് അല്ലെങ്കിൽ ഒരു വർഷം നമ്മുടെ ഭൂമിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവാം, ദോഷാവസ്ഥകളുണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ചുരുക്കിക്കൊണ്ട് കാണേണ്ടത്. ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ പറയുകയുണ്ടായിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഒരുപാട് കലാപങ്ങളും അതുപോലെ തന്നെ ഈ കലാപത്തോടു കൂടെ ലഹരി ദുരിതങ്ങളും ഒക്കെ സംഭവിക്കാവുന്ന ചില കാരണങ്ങളൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിക്കേണ്ടായിട്ടുണ്ട്. പറഞ്ഞതിൽ വളരെ 100% ശരിയായത് നല്ലവരായ പ്രേക്ഷകർക്ക് വളരെ തൃപ്തിയായതുകൊണ്ടും ഈ വർഷത്തെ വിഷുവലത്തിലേക്ക് അതുപോലെ തന്നെ നമുക്ക് അനർത്ഥങ്ങളും ദോഷങ്ങളും ഇല്ലാതെ കണ്ട് പൂർണ്ണമായ സമാധാന സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സമാധാനത്തോടെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കടന്നു പോകാം. എങ്കിലും ചില ദുരന്ത അവസ്ഥകൾ നമ്മളെ തേടി വരുന്നതിൻ്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുമ്പോൾ അത് ഭക്തി പുരസരം അതിനെ ഇല്ലാതാക്കാനേ നമ്മളെക്കൊണ്ട് കഴിയുള്ളൂ. അതിൻ്റെ കാര്യകാരണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നുകൂടി കാണാം. അപ്പോൾ ഈ പ്രാവശ്യം ചോതി നക്ഷത്രത്തിലെ മേടമാസം 1-ാം തീയതി സംക്രമ പുരുഷൻ്റെ യാത്രയിലെ വിഷു ദിനങ്ങളിലെ ഒരു വർഷക്കാലത്തേക്ക് ഭൂമിക്ക് ഒരു ചില ദോഷങ്ങൾ, ഭൂമി ചലനങ്ങൾ, ഇത് ഇന്ത്യയിൽ കൂടെ അല്ലെങ്കിൽ കേരളത്തിൽ കൂടെ ഒരു ചില സ്ഥലങ്ങളിൽ പ്രകടനമാവും വിധത്തിലാണ് ഭൂമിക്ക് ചലനങ്ങളും ദോഷങ്ങളും വരേണ്ടത്. അതുപോലെ തന്നെ ചില പരസ്പര വിദ്വേഷണ കലഹങ്ങളും, ഈ പരസ്പര വിദ്വേഷണ കലഹങ്ങൾ മൂലം നമുക്ക് വളരെ സമാധാനം ഇല്ലാത്ത ചില അവസരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഭരണക്കാർ 2 ചേരികൾ തിരിഞ്ഞു കൊണ്ടുവരുന്ന ചില കലാപങ്ങൾ നമുക്ക് ചില ദോഷങ്ങൾ വരുത്താം. അതുകൊണ്ട് തന്നെ എല്ലാം ഈശ്വരൻ അർപ്പിച്ചുകൊണ്ടും സമാധാനപൂർവ്വം കോപാഗ്നികളില്ലാതെ കണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ സമാധാനപൂർവ്വം ഇതിനെ നേരിടാൻ കഴിയും, ശാന്തഭാവത്തിൽ എന്നുള്ളതാണ് കാണേണ്ടത്. എങ്കിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും ഇക്കുറിയും ചില കലാപങ്ങളും അടിസ്ഥാനപരമായി ലഹരി കൊണ്ട് ദോഷങ്ങളും അതുപോലെ തന്നെ ജലം കൊണ്ട് ഒരു ചില ദോഷങ്ങളും ഉണ്ടാവാം എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇങ്ങനെ ഭൂമിക്ക് ഇത്തരത്തിൽ ദോഷങ്ങളും അതുപോലെ തന്നെ ജലം കൊണ്ട് പ്രളയ ദോഷം ഒരു ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും ദൈനംദിന ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന അസുഖങ്ങളും ഒരു പരിധിവരെ കാരണങ്ങളാവാം. അതുപോലെ തന്നെ കൃഷി വ്യാപാരങ്ങൾ ഇതൊക്കെ വളരെ അഭിവൃദ്ധിയാണെങ്കിലും അലങ്കാര വസ്തുക്കളെ ഭ്രമങ്ങൾ മൂലം ചില ആപത്തുകളും അതുപോലെ തന്നെ ചില ദുരിതങ്ങളും ഉണ്ടാവാം. പുതിയ തൊഴിലവസരങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടും യുക്തിപുരസരം ധനസമ്പാദ്യ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുമ്പോഴും ദേഹദോഷങ്ങൾക്കാണ് അത് ധനത്തിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നതും എന്നുള്ളത് ഒരു വിശേഷം തന്നെയാണ് ഈ വർഷം. അതായത് ചികിത്സാരംഗമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ അവസരങ്ങളിൽ പൊതുവെ ഒരുവിധം ജനങ്ങൾക്ക് അശാന്തികളാണ് വരിക. അതുപോലെ തന്നെ ഈ വിഷുവര ചിന്തയിൽ 3 ശൂലങ്ങളായിട്ടാണ് വരിക. ആദ്യശൂലം, മധ്യശൂലം, അന്ത്യശൂലം. അങ്ങനെ വരുമ്പോൾ ചോതി തൊട്ട് 9 നക്ഷത്രക്കാർക്ക് ആദിശൂലവും അതിന് ശേഷം വരുന്ന 9 നക്ഷത്രക്കാർക്ക് മധ്യശൂലവും അതിന് ശേഷം വരുന്ന 9 നക്ഷത്രക്കാർക്ക് അന്ത്യശൂലവുമായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെ 3 ശൂലങ്ങളിലായി വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ശനി മാറിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ വ്യാഴത്തിന് ഒരു മാറ്റങ്ങളുണ്ട്. രാഹു കേതുക്കൾക്കും ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ ഇതിൽ രാഹു കേതുക്കൾ എന്നുള്ളത് പിറകോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടാകുമ്പോൾ രാഹു കേതുക്കൾ പിറകോട്ടാണ്. അതുകൊണ്ടും ഒരു ചില ദുരിതങ്ങളും ദോഷങ്ങളും സംഭവിക്കാം. പിറകോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടല്ല, അവരുടെ സഞ്ചാരങ്ങൾ മൂലം അതിൽ വരുന്ന ചില നക്ഷത്രഭാഗങ്ങൾക്ക് ദോഷങ്ങൾ വരാം എന്നാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ പൊതുവേ സമ്മിശ്രമായിട്ടാണ് വിഷുവര ചിന്തയിൽ എടുത്തു പറയേണ്ടത്. എന്നിരുന്നാലും അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായി വരുന്നത്
എന്തൊക്കെ എന്നുള്ളതാണ് ആദ്യമായി കാണേണ്ടത്. ഇപ്പോൾ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പൊതുവെ ഈ വർഷം ഏറ്റവും കൂടുതൽ ഗുണാതീതമാവുന്ന ചില അവസരങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ ചെറിയ ചില ദോഷങ്ങളുണ്ടെങ്കിലും ഗുണാംശ അതാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വരവിൽ ചെലവിൽ കണക്കിൽ കാണുമ്പോൾ വരവിലാണ് കൂടുതൽ ആയം കാണുമ്പോൾ. അതുപോലെ തന്നെ ധനസമ്പാദ്യാവസ്ഥ, തൊഴിൽ, കൂടാതെ അഭിവൃദ്ധി, ഐശ്വര്യങ്ങൾ, ഇതൊക്കെ എടുത്തു പറയേണ്ട ചില അവസരങ്ങളാണ്. ഇതിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇഷ്ടസ്ഥാനത്തേക്ക് മാറ്റങ്ങളും എന്നാൽ സന്തോഷപൂർവ്വമാവുന്ന ജീവിത രീതികളും ഒക്കെ ഉണ്ടാവാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പറയത്തക്ക ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് കാണേണ്ടത്. അപ്പോൾ എന്നിരുന്നാലും ദോഷത്തിൻ്റെ കാഠിന്യങ്ങളുടെ തത്സമയം കാണുന്നത് ഇവരുടെ നക്ഷത്രഭാഗങ്ങളിൽ മേടൻ രാശിയിലെ അധിപനായി വരുന്ന ചൊവ്വ നല്ല സ്ഥലത്തേക്കല്ല മാറിയിരിക്കണം. അതുകൊണ്ട് തന്നെ നീച ചൊവ്വയായിട്ടാണ് കാണുന്നത്. ചൊവ്വയുടെ ചില അരിഷ്ടതാവസ്ഥ ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പോകാൻ വഴികൾ ഭഗവത് സേവ വഴിപാട് കഴിക്കുക, ദേഹപുഷ്പാഞ്ജലി കഴിക്കുക, തട്ടകത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സമാധാനപൂർവ്വം ദേവി പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ കുറച്ചുകൊണ്ട് ഐശ്വര്യത്തോടുകൂടി അഭിവൃദ്ധിയോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് മേടൻ രാശിക്കാരുടെ ബലചിന്തയിൽ കാണേണ്ടത്. അതുപോലെ തന്നെ ഇടവം രാശിയിൽ കാർത്തികയുടെ മുക്കാഭാഗം രോഹിണി മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ ലഗ്നവ്യാഴം അത് എന്തായാലും വളരെ തന്നെ വേഗത്തിൽ മാറുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം മിഥുന രാശിയിലേക്കാണ്. അത് ബുധൻ്റെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവൻ രാശിയിലുള്ളവർക്ക് 2 ഭാഗം നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അനുഭവ ഗുണഫലങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടുന്ന അവസരങ്ങളും, അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കേണ്ട അവസരങ്ങളും, അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നതും, ഗ്രഹനിർമ്മാണങ്ങൾ പങ്കാളിയാവാൻ കഴിയുന്നതും, ജോലിയിൽ ഉയർച്ച വരുന്നതൊക്കെ നല്ല അവസ്ഥകളാണ് കാണേണ്ടത്. എന്നിരുന്നാലും ഇവർക്ക് ചില അരാജകത്വങ്ങളും കഷ്ടതകളും ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അതിൻ്റെ കാര്യകാരണങ്ങൾ എത്തിപ്പെടുമ്പോൾ ഇവരുടെ ഭാവചിന്തയിൽ ചെറിയ ചില ദോഷങ്ങളുണ്ട്. ഇതിനുള്ള പ്രതിവിധികൾ എന്ന് കാണുന്നതും ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിൽ നിവേദ്യമായിട്ടും നെയ്വിളക്കും വെറ്റിലമാലയും സമർപ്പിക്കാം. ഇത് ശുക്രൻ എന്നുള്ള ഒരു ഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കാണുന്നത്. അതിനായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഹനുമാൻ സ്വാമിയും. വളരെ വേഗത്തിൽ പ്രസാദിപ്പിച്ചുകൊണ്ടും കാര്യസാധ്യം നടത്തിക്കൊണ്ടും കിട്ടുന്ന ഈ ക്ഷേത്ര ദർശനവും അതിൽ ചെയ്യുന്ന വഴിപാടുകളും നിങ്ങൾക്ക് ഏറെ സമാധാനം കിട്ടുന്ന അവസരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചെറിയ തർക്ക തടസ്സദോഷങ്ങൾക്ക് ദേഹ കാര്യസാധ്യ മുട്ടുകൾ കൂടി ദേവീക്ഷേത്രത്തിൽ തീർക്കുകയാണെങ്കിൽ നിശ്ചയമായും അഭിവൃദ്ധിയും ഐശ്വര്യം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ മിഥുനം രാശിയിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന മിഥുനം രാശിക്കാരെ കാത്തിരിക്കുന്നതും അത്ഭുതപൂർവമാവുന്ന ചില അവസരങ്ങൾ തന്നെയാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും വിജയിക്കുന്ന അവസരങ്ങളും നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്നതും അതുമൂലം ചില ഉയർച്ചകൾ വരുന്നതും ജോലി സ്ഥലങ്ങളിലെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതും ഒക്കെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിജയം തന്നെയാണ് കാണേണ്ടത്. എങ്കിലും ഇവർക്ക് ചില കുടുംബ സമാധാനം കുറയുന്ന അവസരം വരും. അതായത് ഇവരുടെ 7ാം ഭാവം ധനുവാണ്, അഷ്ടമം എന്ന് പറയുന്നത് മകരൻ രാശിയാണ്. ഈ രാശി നിശ്ചയമായും അതിൽ വരുന്ന ഗ്രഹങ്ങളും അവരുടെ യാത്രകളും അടിസ്ഥാനമാക്കി പറയുമ്പോൾ പൂർണ്ണമായൊരു സമാധാനം ഗ്രഹ അന്തരീക്ഷത്തിൽ കിട്ടില്ല എന്നാണ് കാണേണ്ടത്. 7ഉം 8ഉം ഭാവങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ അതിൽ വരുന്ന തർക്ക വിദോഷണ കലഹങ്ങളും ദുരിതങ്ങളും ഇവർക്ക് ചില മാനസിക സങ്കടങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ്. അതിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രനെക്കുറിച്ച് കൊണ്ട് പറയുമ്പോൾ ഒരു ചില സമയങ്ങളിൽ സമാധാനങ്ങളും ചില സമയങ്ങളിൽ സങ്കടങ്ങളും വരുന്ന അവസരങ്ങൾ ഉണ്ടാവാമെന്നറിയാം. അത് കൃഷ്ണപക്ഷം, വെളുത്ത പക്ഷം, കറുത്ത പക്ഷം എന്ന് ചിന്തിച്ചു പോലെ പോകുന്ന പോലെ ഈ മനസ്സും ചന്ദ്രനെ കൊണ്ട് കാണുമ്പോൾ ചില സമയങ്ങളിൽ ചില അലങ്കോലത്തിലാവുന്നതും കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അറിയാതെ വരുന്ന ശത്രുത മനോഭാവങ്ങളും ദോഷങ്ങളും ഇവർക്ക്
ചില സങ്കടങ്ങൾ വരുത്തുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതിനും ഒരു പ്രതിവിധിയായി കാണേണ്ടത് നവഗ്രഹ ക്ഷേത്രത്തിലെ ഈ ഗ്രഹ അടിസ്ഥാനത്തിൽ, അതായത് ചന്ദ്രനെ ആസ്പദമാക്കിക്കൊണ്ട് പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വഴിപാടുകളും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രഹാന്തരീക്ഷത്തിൽ വരുന്ന ഈ ദോഷത്തിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ പൗർണമി ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ കർത്തവാവ് ഈ ദിവസങ്ങളിൽ ഭദ്രകാളി പോലുള്ള ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തിക്കൊണ്ട് കഴിയും വഴിപാടും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക്, പ്രത്യേകിച്ച് കർത്തവാവിന് ശിവക്ഷേത്ര ദർശനം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ദേവീക്ഷേത്ര ദർശനവും കാര്യസാധ്യ പൂജയും ഒക്കെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് സംഭവിക്കുക. എന്നിരുന്നാലും ഈ മിഥുനം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് മാനസിക സംഘർഷങ്ങൾ വരുത്തുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ജാഗ്രതയോടെ സമാധാനപൂർവ്വവും ആലോചിച്ചും ഓരോ വാക്കുകൾ പറയുന്നതും ഓരോ പ്രവൃത്തികളും സൂക്ഷ്മതയോടുകൂടെ ചെയ്യുന്നത് ഇവരുടെ ജീവിത സന്തോഷത്തിന് സമാധാനമുതകുന്ന ചില പ്രവൃത്തികളാകാം എന്നാണ് കാണേണ്ടത്. ഇത് ഒരു വർഷത്തെ ഫലങ്ങളായിട്ടല്ല കാണേണ്ടത്, തത്സമയം ചില മാറ്റങ്ങളുണ്ട്, അതാണ് കാണേണ്ടത്. എങ്കിലും ഒരു വർഷഫല ചിന്തയിൽ പറയുമ്പോൾ ഇവർക്ക് സമാധാനം തന്നെയാണ്. വിഷുഫലത്തിൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് സങ്കടങ്ങളില്ല, അഭിവൃദ്ധിയും ഐശ്വര്യവും തന്നെയാണ് കാത്തിരിക്കുന്നത്. കർക്കിടകൂറ് അല്ലെങ്കിൽ കർക്കിടക രാശി. കർക്കിടക രാശിയിൽ പുണർദത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ. ഇവരെ കാത്തിരിക്കുന്നത് വിഷുഫല ചിന്തയിലായാലും മേടമാസ രാശിഫല ചിന്തയിലായാലും ഇവർക്ക് ഒരു സങ്കടാവസ്ഥയിലാണ് ഇപ്പോൾ ആദ്യം നടന്നുകൊണ്ടിരിക്കുക. അതായത് ചൊവ്വ മാറ്റങ്ങൾ ഇവരെ സംബന്ധിച്ച് ചില സങ്കടങ്ങളാണ് വരിക. അതുപോലെ തന്നെ ഇവരുടെ 2ാം ഭാവാധിപൻ, അത് ചിങ്ങൻ രാശിയാണ്, അതിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ്റെ സഞ്ചാരകാലങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്നതും, സൂര്യൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേടമാസത്തിലേക്കാണല്ലോ. അപ്പോൾ മേടമാസത്തിൽ അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. അപ്പോൾ പരസ്പര വിദ്വേഷണങ്ങളും പരസ്പര മാനസിക സംഘർഷങ്ങളും ചില സങ്കടങ്ങളും വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തിപ്പെടാൻ കഴിയാത്ത അവസരങ്ങളൊക്കെ ഇവരെ തേടി വരുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ കർമ്മഫലം, കർമ്മം കൊണ്ട് വരുന്നത് നേട്ടങ്ങളല്ല, ഒരു ചെറിയ കോട്ടങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉഷ്ണാധിക്യ അസുഖങ്ങളും അതുപോലെ തന്നെ കർമ്മ ബന്ധനങ്ങളും തടസ്സങ്ങളുമാണ് ഇവരെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ഉദ്ദേശിച്ച പോലെ ഫലപ്രാപ്തിയിലെത്താൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ ഇതിനെ തീർച്ചയായിട്ടും ഇവർ ചെയ്യേണ്ട കർമ്മങ്ങൾ, വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതി പോലുള്ള ക്ഷേത്രങ്ങളിലും ഈ വിദ്യ അനുബന്ധിച്ച് വരുന്ന ദുരിതദോഷങ്ങൾ തീർക്കാനായിട്ട് വിദ്യാസൂക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വിദ്യ മുട്ടുകളൊക്കെ തീർക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഭദ്രകാളി പോലുള്ള ക്ഷേത്രങ്ങളും അതിലെ ദേഹകർമ്മ മുട്ടുകളും തീർക്കുക. അതുപോലെ തന്നെ ഗുരുതി പൂജയും കഴിക്കുക എന്ന് പറയാം ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ. തീർച്ചയായിട്ടും ഒരു പരിധിവരെ അതുകൊണ്ടും ചില സമാധാനങ്ങളും സന്തോഷങ്ങളും കിട്ടുന്ന പറയാം. ഇതിൽ ഒരു വർഷഫലങ്ങളിൽ ഇവർക്ക് ഒരു ചില മാറ്റങ്ങളുണ്ട്. അതായത് വ്യാഴ മാറ്റം എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു പരിധിവരെ ചില മാറ്റങ്ങളുണ്ടാവാം. എങ്കിലും കൂടുതലും ദുരിതദോഷങ്ങളില്ലാതിരിക്കാൻ ഈ വഴിപാട് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാണേണ്ടത്. അടുത്തതായിട്ട് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന അവസരങ്ങളും ഇവർക്ക് ഇതുവരെ അനുഭവിച്ച ദുരിതദോഷത്തിന് ഒരു ചില മാറ്റങ്ങളുണ്ടാവാം. എങ്കിലും ഒരു ചില ദോഷങ്ങളും ഇവർക്കുണ്ടാവാമെന്ന് പറയും. അത് നീർക്കെട്ട് സംബന്ധിച്ച് അതുപോലെ തന്നെ ഇവരുടെ അധിപൻ സൂര്യനാണ് ചിങ്ങൻ രാശിയുടെ. അതിൻ്റെ സഞ്ചാരങ്ങൾ ഓരോ മാസത്തിലും മാറി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അതിന് ചില മാറ്റങ്ങളുണ്ടാവാം. എങ്കിലും നീർക്കെട്ട് സംബന്ധിച്ചും അസ്ഥി പോലുള്ള ദോഷങ്ങൾ സംബന്ധിച്ചൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടാവാം എന്നാണ് കാണേണ്ടത്. അതിനും ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാനും തൃപ്തിയായിക്കൊണ്ട് ഐശ്വര്യപൂർണ്ണമായി പോകാനും വ്യാഴം എന്ന ഗ്രഹത്തിനും അതുപോലെ തന്നെ ശനി എന്ന ഗ്രഹത്തിനും 2 പൂജാകർമ്മങ്ങൾ ചെയ്യാം. വ്യാഴം എന്ന ഗ്രഹത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും വഴിപാട് സമർപ്പിച്ചുകൊണ്ട് ദേഹപുഷ്പാഞ്ജലി കഴിക്കാം. ശിവക്ഷേത്രത്തിലെ കഴിയും വഴിപാട് കഴിച്ചുകൊണ്ടും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാടും കഴിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ വീഴ്ചകളും ക്ഷതങ്ങളൊക്കെ വരാം, അതിനും മുൻതൂക്കമായിക്കൊണ്ട് ഘടാവിളക്ക്
ശിവക്ഷേത്രത്തിൽ കഴിക്കുക. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളാവട്ടെ, നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശിവമന്ത്രം, വിഷ്ണു മന്ത്രങ്ങളൊക്കെ ഉരുവിടുമ്പോൾ നിശ്ചയമായും ഇവർ തേടിയെത്തുന്ന കഷ്ടങ്ങളും അലവസരങ്ങളും മാറിക്കൊണ്ട് നല്ല വഴിയിൽ എത്തിപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ഇവർക്ക് നേതൃത്വ ഭാവങ്ങളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പിന്നിൽ നിന്നും വരുന്ന അവിചാരിതമായ ശത്രുദോഷങ്ങളോ ദുരിതങ്ങളോ ഇവരെ വേട്ടയാടുമ്പോൾ ഈ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും സർവ്വസമാധാനം കിട്ടാനും പ്രാർത്ഥനാ മന്ത്രങ്ങളും ഇവർക്ക് ഉരുവിടാവുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അടുത്തായിട്ട് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ ഉത്തരത്തിൻ്റെ മുക്കാഭാഗം, അത്തം ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സമ്മിശ്രമായിട്ടാണ് കാണേണ്ടത്. ശനി ഇവർക്ക് കണ്ടകനാണ്. എന്നാലും അതിനേക്കാൾ ദോഷങ്ങളായി വരുന്ന അവസരങ്ങളൊക്കെ മാറിക്കൊണ്ട് രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ രാഹു കേതു എന്നുള്ള ഗ്രഹങ്ങളുടെ പിന്നോട്ടുള്ള സഞ്ചാരം മിഥുനൻ രാശിയിൽ നിന്ന് ഇവർക്ക് മാറിപ്പോകുന്നുണ്ട്. അത് ചിങ്ങ രാശിയിലേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആധിപത്യത്തിൽ നിന്ന് ഒരു മാറ്റം വരുന്നത്, അതായത് ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം മാറിക്കൊണ്ട് പോകുമ്പോൾ അതുകൊണ്ട് ഇവർക്ക് ചില നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ മാറ്റങ്ങൾ ഇവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോൾ ദേഹദോഷങ്ങളും അരച്ചിലുകളും ഉണ്ടാവാം. എന്നിരുന്നാലും ധനകഷ്ടങ്ങൾക്കും അതുപോലെ തന്നെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇവർക്ക് എടുത്തു പറയേണ്ട അവസരമാണ്. അപ്പോൾ ഒരു ഗുണത്തിന് ഒരു ദോഷത്തിന് മറ്റ് 2 ഗുണങ്ങൾ എന്നുള്ളത് പറയുകയായിരിക്കും ഉത്തമം. ശനി കണ്ടകനായി മീനരാശിയിൽ സഞ്ചരിച്ചാലും വ്യാഴവും രാഹു കേതുക്കളുടെ മാറ്റവും ഇവർക്ക് പരസ്പര ആധിക്യം കൂടി വരുന്ന ചില അവസരങ്ങളാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഒരു ഏകാധിപത്യം, അതായത് തൻ്റേതായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന അവസരങ്ങളും നേതൃത്വ ഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഒരു ഉപതൊഴിൽ കൂടി കണ്ടെത്താൻ ഇവർക്ക് ചില അവസരങ്ങൾ കൂടി കൈവരും. അപ്പോൾ അതും ഒരു വരുമാന മാർഗമായി കണ്ടുകൊണ്ടും കഷ്ടങ്ങളും ദുരിതങ്ങളും ശനി വരുത്തി വയ്ക്കുമെന്നുള്ളതിനെ ശനിക്ക് മാത്രമായിട്ട് ചില പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കേണ്ടതെന്നാണ് കാണേണ്ടത്. പിന്നെ ഇവരെ കാത്തിരിക്കുന്നത് 2ാം ഭാവം, അതുപോലെ തന്നെ ഇവരുടെ 4ാം ഭാവം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ ശനി 7-ലോ അല്ലെങ്കിൽ 4-ലോ അല്ലെങ്കിൽ 1-ലോ ജന്മശനിയൊക്കെ ആകുമ്പോൾ 7ാം ശനി, കണ്ടകശനി, ജന്മശനി ഈ തരത്തിൽ വരുമ്പോഴും അതിനെ കഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശനീശ്വര മന്ത്രങ്ങളും ശനി പ്രീതിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിദോഷ പരിഹാര പൂജയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിശ്ചയമായി ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ശനിദോഷങ്ങളെ മറികടന്നുകൊണ്ട് സർവ്വകാര്യ സാധ്യമാവുന്ന ഒരവസരത്തിലും അതുപോലെ തന്നെ ഗുണാധിക്യം കൂടുന്ന ഒരവസരങ്ങളും അതുപോലെ തന്നെ സമാധാനം കിട്ടുന്ന സമയങ്ങളും ധനകഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസരങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുടുംബത്തെ സംബന്ധിച്ചും സന്താനങ്ങളെക്കുറിച്ച് കൊണ്ടും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ആണ് ഇവരെ തേടി വരേണ്ടത്. ഇത്തരത്തിൽ വരുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച്, അതായത് അടിക്കടി ദേഹദോഷങ്ങൾ, ചെറിയ ചില മാനസിക പ്രയാസങ്ങളൊക്കെ ചന്ദ്രനെ കൊണ്ട് കാണാം, അതുപോലെ തന്നെ കേതുവിനെ കൊണ്ട് കാണാം. അപ്പോൾ ഖേദിക്കുന്ന അവസരങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറണം. അപ്പോൾ രാഹുകേതുക്കളുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും കന്നിരാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ വളരെ സമാധാനത്തിലാണ് വരും കാലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നതെന്ന് പറയാം. കണ്ടകശനിയെ കൊണ്ട് മാത്രം ഭയപ്പെടേണ്ടതില്ല എന്നാണ് കാണേണ്ടത്. തുലാരാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് അത്ഭുതപൂർവമാവുന്ന ചില സമാധാന സന്തോഷങ്ങൾ കിട്ടുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ചില കാര്യങ്ങളിൽ ധനനഷ്ടങ്ങളും ചില സങ്കടങ്ങളും വരുന്ന അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഇതും ഒരു സമ്മിശ്രമായിട്ടാണ് കാണേണ്ടത്. എന്നാലും ഇവർക്ക് വ്യാഴമാറ്റം കൊണ്ട് ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ദുരിതങ്ങളുണ്ടാവാം, അറിയാതെ ധനച്ചെലവുകളുണ്ടാവാം, ധനനഷ്ടങ്ങളുണ്ടാവാം. ഇങ്ങനെയൊക്കെ ഇവരെ തേടി വരുമ്പോഴും ഇവർക്ക് ആപത്തുകൾ നേരിടേണ്ട അവസരങ്ങളുണ്ടാവാം. മൊത്തത്തിൽ ഈ തുലാരാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ പുതിയ തൊഴിൽ രംഗങ്ങളോ അല്ലെങ്കിൽ ഉള്ളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്ന് തുടങ്ങാനുള്ള അവസരങ്ങളോ അതിലും ചില പരാജയങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഇവരൊക്കെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ
മനോവിഷമങ്ങളാണ് സദാസമയം ഉണ്ടാവുക. അത് ഇവരുടെ ഒരു ജന്മസിദ്ധം പോലെയുള്ള ചില അവസരങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനും സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ഇവർക്ക് ഏകമാർഗം ദുർഗ ഭഗവതി പോലുള്ള ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുക. അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ ഇവരെ ഏറ്റവും തേടി നിൽക്കുന്ന ഈ അവസരങ്ങളിലും ഇവരുടെ അതായത് തുലാം രാശിയിൽ വരുന്ന അധിപൻ ശുക്രനാണ്. അതിൻ്റെ അധിപനായി വരുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് മുഖക്കാപ്പ് കുഴച്ചാവിൽ നിവേദ്യമായിട്ടും നെയ്വടക്കം സമർപ്പിക്കുക. അപ്പോൾ ഈ ദുർഗാക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിക്കും ഈ 2 വഴിപാട് കഴിക്കുമ്പോൾ ഇവർക്ക് കഷ്ടതകളിൽ നിന്ന് ഒരു മോചനവും സമാധാന സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഇവരെ തേടിയെത്തുന്നത്. പിന്നെ ഈ ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തോടു കൂടെ തന്നെ ഭക്തി ബ്രഹ്മങ്ങളും അല്ലെങ്കിൽ ഭക്തി മന്ത്രങ്ങളുമൊക്കെ ദുർഗാ മന്ത്രങ്ങളും അതുപോലെ തന്നെ ഹനുമാൻ മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ വൻ കഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ട് സമാധാനം കിട്ടുന്ന അവസരങ്ങളിൽ കൂടെയാണ് ഇവർക്ക് കടന്നു പോകേണ്ടത്. അടുത്തായിട്ട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇങ്ങനെയാണ് 2 ഭാഗം. ഈ വൃശ്ചിക രാശിക്കാരെ കൊണ്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് ചില നേട്ടങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് ഇവരുടെ 2ാം ഭാവം, 4, 5 ഭാവങ്ങൾ, അതുപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം അത് ഇവരെ സംബന്ധിച്ച് ചില സങ്കടങ്ങൾ വരുത്തും. അത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും ഇവർക്ക് ചില ശ്രേഷ്ഠങ്ങളാണ്. എങ്കിലും ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരങ്ങൾ അത് എന്തായാലും ഈ ഏപ്രിലിൽ ശേഷം വരുന്ന വ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ച് ചില സങ്കടങ്ങൾ വരുത്താം. അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും ചെറിയ ചില ബുദ്ധിമുട്ടുണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും വിഷ്ണു ഭജനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുകയും അതുപോലെ തന്നെ ക്ഷേത്ര വഴിപാടിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യാഴാഴ്ച വ്രതത്തോടുകൂടെ വിഷ്ണു ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ കഴിയും വഴിപാട് ദേവന് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കുമാണ്. അതുപോലെ തന്നെ ദേഹപുഷ്പാഞ്ജലിയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്തമമായി. അല്ലെങ്കിൽ കഴിയും വഴിപാടായി ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഈ രാഹു കേതുക്കളുടെ മാറ്റങ്ങളിൽ ഇവർക്ക് ഏറ്റവും ദുരിതങ്ങൾ വരുത്തുന്നത് രാഹുവാണ്. അതുകൊണ്ട് തന്നെ നാഗക്ഷേത്ര ദർശനവും കഴിയും വഴിപാട് നാഗങ്ങൾക്കും സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഈ 2 ഗ്രഹങ്ങളെ വ്യത്യസ്ത രൂപത്തിൽ സമാധാനപ്പെടുത്തുമ്പോൾ ഇവർക്ക് അവസ്ഥാദോഷങ്ങളിൽ നിന്നൊരു മാറ്റം വരും. പിന്നീട് ഇവർക്ക് ശനി ഒരു നേട്ടങ്ങളാണ് വരുത്തുക. ധനാവസ്ഥകളൊക്കെ ഉണ്ടാവാം, എങ്കിലും അപകടങ്ങളോ ദുരിതങ്ങളോ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് ഈ വഴിപാട് കൂടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കുക എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത് ഒരു വർഷ വിഷുവരത്തിൻ്റേതും അതുപോലെ തന്നെ ഇപ്പോൾ തത്സമയം നടക്കുന്ന ഗ്രഹചിന്തകൾ കൂടിയാണ് കാണേണ്ടത്. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗമാണ്. ഇവരെ ഇപ്പോൾ തത്സമയം മേടമാസത്തിലൊക്കെ ചില അരാജകത്വങ്ങളും കഷ്ടങ്ങളുമാണ് വന്നിരിക്കേണ്ടത്. അതായത് ശനിയുടെ ഒരു മാറ്റം, അതുപോലെ തന്നെ വ്യാഴം ശത്രുസ്ഥാനത്തും ഇങ്ങനെ വരുമ്പോൾ ധനാഭിവൃദ്ധിയിൽ ചില തടസ്സങ്ങളും ശത്രുദോഷങ്ങൾക്ക് ചില കൂട്ടുകളും ആണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് മാനസികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകളാണ് എടുത്തു പറയേണ്ടത്. അതായത് ദശാകാലങ്ങൾ കൂടി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ചില സങ്കടദോഷങ്ങളായിരിക്കും കാണുക എന്നാണ് പറയുക. അപ്പോൾ ഇതിനൊക്കെ പരിഹാരങ്ങൾ കാണുക എന്നുള്ളത് ശിവക്ഷേത്രം തന്നെയാണ് ഒന്ന്. അത് ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ജലധാര കഴിക്കുക, അതുപോലെ തന്നെ ദേഹദോഷങ്ങളില്ലാതിരിക്കാനായിട്ട് കടാവിളക്ക് കഴിക്കുക, അതുപോലെ തന്നെ ദേവന് ഒരു നിവേദ്യം കഴിക്കുക. ശനിയാഴ്ച വ്രതങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ 4 ശനി ഇവർക്കൊരു മാറ്റങ്ങൾ വരുത്തും. പിന്നീട് വ്യാഴം മാറുമ്പോൾ അവർക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് രാഹു കേതുക്കൾ ഇവരെ സംബന്ധിച്ച് രാഹുവിൻ്റെ മാറ്റം ഇവർക്ക് നല്ലതായിട്ടാണ് കാണേണ്ടത്. എന്നിരുന്നാലും ഈ ശത്രുതാഭാവത്തിൽ കാണുന്ന ശനിക്കും അതുപോലെ തന്നെ ചൊവ്വയ്ക്കും ഇവർ 2 വഴിപാട് കഴിക്കാൻ നല്ലതാണ്. ചൊവ്വ എന്നുള്ളത് ഇവർക്ക് നീചത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭഗവത് സേവ, തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ ദേഹപുഷ്പാഞ്ജലി കൂടി സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ധനുരാശിയിൽ കാത്തിരിക്കുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ സമാധാനങ്ങൾ കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. വ്യാഴം മാറ്റത്തോടുകൂടെ, അതായത് മെയ് മാസത്തോടുകൂടി ഇവർക്ക് ചില 2ാമത്തെ ആഴ്ചയിൽ മെയ് 2ാമത്തെ ആഴ്ചയോടുകൂടി ഇവർക്ക്
ഒരു ചില നേട്ടങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. അത് വ്യാഴ മാറ്റത്തിന് ശേഷം ഒരു വർഷത്തോളം കാലം നീണ്ടു നിൽക്കുന്നത് തന്നെയാണ്. വ്യാഴം വക്രത്തിലും ഒരിക്കൽ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് സമാധാനം തന്നെയാണ് കാണേണ്ടത്. പിന്നീട് മകരക്കൂറിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ശനി ഇവരുടെ സ്ഥാനത്തുനിന്ന് മാറിപ്പോയിട്ടുണ്ട് മകരൻ രാശിക്കാരെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ശനി ഇപ്പോൾ 3-ലേക്കാണ് വരും. അത് 3-ലെ ശനി എന്ന് പറഞ്ഞാൽ മുടി ചൂടുന്ന പറയുക. അപ്പോൾ ചില നേട്ടങ്ങൾ തന്നെയാണ്. അത് ഇവർക്ക് ചില ഗുണങ്ങൾ ചെയ്യും. എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഇവർക്ക് ഒരു ചില ദോഷങ്ങളും വരുത്തും. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് ദേഹദോഷങ്ങളും ചില കഷ്ടങ്ങളും വരുത്താമെന്ന് പറയാം. അപ്പോൾ ഒരു ഗുണങ്ങളുണ്ട്, പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ചില ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ചെയ്യേണ്ടതും ഈ ഒരു ഗ്രഹത്തിൻ്റെയും മറ്റുള്ള ഗ്രഹത്തിൻ്റെയും ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും ആയിക്കൊണ്ട് ജന്മനാളിലെ നവഗ്രഹ പൂജയായിട്ട് കഴിക്കുക. തീർച്ചയായിട്ടും ഇത് ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുത്തും. നവഗ്രഹ ക്ഷേത്ര ദർശനവും നവഗ്രഹ പൂജയും കഴിക്കുമ്പോൾ തേടിയെത്തുന്ന ദുരിതദോഷങ്ങൾക്കൊരു മാറ്റങ്ങൾ വരുമെന്നാണ് പറയുക. അതുപോലെ തന്നെ നവഗ്രഹ സ്തോത്രം, അതുപോലെ തന്നെ കഴിയും വഴിപാടായിട്ട് തട്ടകത്തിൽ ഭഗവതിക്കും കഴിക്കുക. അത് ഇവർക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും തരും. അത് മകരം രാശിയുടെ അധിപൻ ശനിയാണ്. പക്ഷേ മകരത്തിൽ ചൊവ്വയ്ക്ക് ചില നേട്ടങ്ങളുണ്ട്. തത്സമയം ചൊവ്വ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിഘ്നദോഷത്തിലാണ്. അതുകൊണ്ട് ചൊവ്വയുടെ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാനും ഈ ഭഗവതി ക്ഷേത്രത്തിലെ വഴിപാട് ഉചിതമാവും. അപ്പോൾ ഈ 2 വഴിപാട് കഴിക്കുമ്പോൾ ഇവർക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഐശ്വര്യവും അഭിവൃദ്ധിയും ഈ വിഷുവര ചിന്തയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുംഭൻ രാശിയാണ്. കുംഭക്കൂറിൽ ഔട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരോട്ടാതി, മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ശനി മീനത്തിലുണ്ട്. അത് 7.5 ശനിയായിട്ടാണ് വരിക. എന്നിരുന്നാലും ഇവർക്ക് രാഹുവിൻ്റെ ഒരു മാറ്റങ്ങൾ, അത് ഇവർക്ക് ചെറിയ ചില ഗുണങ്ങളാണ് വരിക. പക്ഷേ കേതുവിനെ കൊണ്ട് ചില ദോഷങ്ങൾ വരും. കേതിക്കുക അറിയാതെ വരുന്ന ചില ദേഹദോഷങ്ങളും അതുകൊണ്ട് ചില മാനസിക പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പറയാം. എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാക്കും. 7.5 ശനി അത് ചില കഷ്ടങ്ങളുണ്ട്. എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളിൽ, അതായത് വ്യാഴത്തിൻ്റെ മാറ്റം, അത് ഒരു ചില നേട്ടങ്ങളുണ്ടാക്കും. അത് 5-ലാണ്. എന്നിരുന്നാലും ചില നേട്ടങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങൾ കൊണ്ട് ചില സങ്കടദോഷങ്ങളുണ്ട്. എന്നിരുന്നാലും ക്ഷേത്ര ദർശനവും തട്ടകത്തിൽ ഭഗവതി ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും നടത്തുക. ശാസ്താവിനെ ഒരു നീരാഞ്ജനം വഴിപാട്, വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് ഈ സങ്കടദോഷത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ മാറ്റങ്ങൾ വന്നുകൊണ്ട് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുക. എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ അനുഭവിച്ച പോലെ അസ്ഥി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ദോഷങ്ങളോ ദേഹദോഷങ്ങൾക്കൊക്കെ കാഠിന്യങ്ങൾ കുറയുന്ന പറയുക. ഈ വർഷം ശനിയുടെ മാറ്റം ഇവർക്ക് ചില മാറ്റങ്ങൾ വരുത്തും. അതെന്തുകൊണ്ടെന്നാൽ ശനി ഇപ്പോൾ ജന്മശനിയായിട്ട് മാറി, കുംഭത്തുനിന്ന് മാറി മീനത്തിലേക്കായല്ലോ. അപ്പോൾ അത് 7.5 ശനിയാണ്. ചെറിയ ചില അലച്ചിലുകൾ ഉണ്ടാക്കുമെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച സങ്കടദോഷത്തു നിന്ന് മാറ്റങ്ങളുണ്ടായി അഭിവൃദ്ധിയിൽ എത്തിപ്പെടാം എന്ന് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ പൊതുവേ ഒരു പുതുവർഷ ഫലങ്ങളിലും അതുപോലെ തന്നെ വിഷുവര ചിന്തയിലും ഇവർക്ക് നേട്ടങ്ങളുണ്ട്. അത് മധ്യശൂലത്തിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഇവർ അവിചാരിതമായിട്ട് ധനനേട്ടങ്ങളും അഭിവൃദ്ധിയും അതുപോലെ തന്നെ പുതിയ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുന്ന അവസരങ്ങളും ഉദ്ദേശ പോലെ തന്നെ അഭിവൃദ്ധിയിൽ ഐശ്വര്യങ്ങളിൽ എത്തിപ്പെടേണ്ടതും സന്താനങ്ങളെ കൊണ്ട് ചില ശ്രേയസ്സുകൾ അനുഭവപ്പെടേണ്ട അവസരങ്ങളും ഒക്കെ തന്നെയാണ് കാണുന്നത്. ജോലി കാര്യങ്ങളിലും അതുപോലെ തന്നെ ചില മാറ്റങ്ങളും ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇരിക്കാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഇവരെ തേടി വരുന്നുള്ളതും എടുത്തു പറയേണ്ട ചില സ്ഥിതിയിലാണ് കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തായിട്ട് മീനൻ രാശിയാണ്.
മീനരാശിയിൽ പൂരോട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഇതിൽ ശനി മീനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വ്യാഴമാറ്റങ്ങളുണ്ട്. അത് നേരെ 4-ലാണ് താനും. അപ്പോൾ ആ വ്യാഴമാറ്റം ഇവർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് രാഹുകേതുക്കളുടെ മാറ്റവും ഗുണങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ജന്മശനി എന്നുള്ളതൊന്നും ഒഴിച്ചാൽ മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും ഇവർക്ക് വളരെ നല്ലതാണ്, ഐശ്വര്യങ്ങളാണ്, അഭിവൃദ്ധികളാണ്. എങ്കിലും ഇവരുടെ 2-ാം ഭാവം അത് ചില മാസങ്ങളോടുകൂടെ തന്നെ ചൊവ്വയുടെ മാറ്റം വരുന്ന വരയ്ക്കും വാക്ക്, പ്രവൃത്തി, കർമ്മം ഇതൊക്കെ 2-ാം ഭാവം കൊണ്ട് കണ്ടതാണ്. അവിടെ ചില ദുരിതങ്ങളോ ദോഷങ്ങളോ അനിശ്ചിതമാവുന്ന അവസരങ്ങളോ ഒക്കെ ഉണ്ടാവുമെന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ മുൻകോപങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഉദ്ദേശ കാര്യങ്ങൾക്ക് ചില പരാജയങ്ങൾ ഉണ്ടാവാം, എങ്കിലും അത് വിജയിക്കാനുള്ള സമയങ്ങൾ കൂടി ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചില സമയത്തിന് ശേഷം കാര്യങ്ങൾ സാധിക്കാനായിക്കൊണ്ട് ഇവർ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എന്ന് പറയും. ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ ചില മാസങ്ങൾ കൂടി കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ എത്തിപ്പെടും. എങ്കിലും ഇതിൽ വരുന്ന തർക്കതടസ്സ ദോഷങ്ങൾക്ക് അതിനും ഒരു പരിഹാരങ്ങളുണ്ട്. ജന്മശനി ആയതുകൊണ്ട് തന്നെ ശനീശ്വര പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ ശാസ്താവെങ്കിൽ നീരാഞ്ജനം അട വഴിപാട് കഴിക്കുകയും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പിന്നെ ശിവക്ഷേത്രത്തിൽ കടാവിളക്കും അതുപോലെ തന്നെ കൂവളമാലയും മനസമാധാനത്തിനെ കൊണ്ട് ജന്മശനിയാണല്ലോ, അപ്പോൾ ഇളനീർ ധാരയും കഴിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് ഈ അവസ്ഥാദോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ട് കാര്യസാധ്യങ്ങളിലും അഭിവൃദ്ധിയിലും ഐശ്വര്യങ്ങളിലും എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് കണ്ടത്. പിന്നെ ഇവർക്ക് ഈ വിഷുവല ചിന്തയിൽ കണ്ടത്, അതായത് അതൊരു വർഷഫലമാണല്ലോ, അതിൽ ഇവരെ തേടി വരുന്നത് നേട്ടങ്ങളാണ്. അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതും വിശിഷ്ട അനുഭവങ്ങൾ കയ്യിലെത്തിപ്പെടുന്നതും അതുപോലെ തന്നെ ഉദ്ദേശ കാര്യങ്ങൾ ഉദ്ദേശ പോലെ തന്നെ സാധിക്കുന്നതും ഉദ്ദേശ സ്ഥലത്തേക്ക് ജോലിക്കാരാണെങ്കിൽ ജോലി മാറ്റങ്ങൾ കിട്ടുന്നതും വ്യാപാര അഭിവൃദ്ധികളാണെങ്കിൽ അത് വിജയിക്കുന്നതും വിദ്യാർത്ഥികളാണെങ്കിലും വിജയങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. ജന്മശനിയെ കൊണ്ട് ഒരുപാട് ദോഷങ്ങളില്ല, എന്നാൽ ധനാധിപനാണ് ശനി. അപ്പോൾ ധനത്തിന് കഷ്ടങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ എന്നാൽ ജന്മശനി ആയതുകൊണ്ട് തന്നെ ദേഹദോഷങ്ങളുടെ കാഠിന്യങ്ങൾ ഒരുപാട് കാണാമെന്നാണ് പറയുക. ഇതിന് ശാസ്താവെങ്കിൽ ഈ പറഞ്ഞ വഴിപാടും ശിവക്ഷേത്രത്തിൽ ഈ വഴിപാടും കഴിക്കാം. പിന്നെ ഇവരുടെ 2-ാം ഭാവാധിപൻ എന്ന് പറയുന്നതും ചൊവ്വയാണ്. അപ്പോൾ ഒരു ചില മാസങ്ങൾ, അതായത് ഏകദേശം കർക്കിടക മാസം വരയ്ക്കും മുടങ്ങാതെ ദേവീക്ഷേത്ര ദർശനവും ദേവീക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടും കഴിക്കുക. തീർച്ചയായിട്ടും ഇവർ ആപത്തുകളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടുകൊണ്ട് കുടുംബ സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവുമെന്ന് പറയാം. പിന്നീട് എടുത്തു പറയേണ്ടത് ഇതിൽ 9 നക്ഷത്രക്കാർക്ക് വിഷുവല ചിന്തയിൽ മുൻകോപങ്ങൾ കൊണ്ട് ചില അനർത്ഥങ്ങളോ ദോഷങ്ങളോ വരാമെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവർ ഈ നക്ഷത്രക്കാരെ എടുത്തു പറയുന്നില്ല, എങ്കിലും മധ്യശൂലത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തീർച്ചയായിട്ടും ഇവരെ അനർത്ഥദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ, അതായത് നിയന്ത്രിച്ചുകൊണ്ട് മുൻദേഷ്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നീട് ആദ്യശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് അത്ഭുതപൂർവമാവുന്ന ചില സന്തോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അനാവശ്യ കൂട്ടുകെട്ടുകളും അനാവശ്യ ധന ഉപയോഗങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും സമാധാനങ്ങളും സന്തോഷങ്ങളും തന്നെയാണ് കിട്ടുക. പിന്നീട് അന്ത്യശൂലത്തിലാണ് 9 നക്ഷത്രക്കാരുള്ളത്. ആ 9 നക്ഷത്രക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് ദേഹദോഷങ്ങൾ കഠിന വ്യാധികളും ഒക്കെ തന്നെയാണ്. അത് ഇവർക്ക് ഇല്ലാതിരിക്കാനും പൂർണ്ണമായ സമാധാനം കിട്ടാനും മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടെങ്കിലും സമാധാനപൂർവമായ പ്രവൃത്തികളും സമാധാനപൂർവമായ സഞ്ചാരങ്ങളും സമാധാന വാക്കുകളും പറഞ്ഞുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും കാത്തിരിക്കുന്നത് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ ഈ ഒരു വർഷ വിഷു ഫലങ്ങളും അതുപോലെ തന്നെ എല്ലാ ദിവസ ഫലങ്ങളും നിങ്ങൾക്ക് ഏറ്റവും സമാധാനങ്ങളും സന്തോഷങ്ങളും ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോത്സ്യൻ മോഹൻദാസ്.